പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണുന്നത് വൈറ്റമിൻ ഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. വൈറ്റമിൻ ഡി, അതിൻ്റെ ഡെഫിഷ്യൻസി, അത് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, അത് നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള എങ്ങനെയാണ് നമുക്കതിനെ സോൾവ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ, സിനിമ ആക്ട്രസ് ദീപിക പദുക്കോണിനെ കുറിച്ച്. പുള്ളിക്കാരി എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പേഴ്സണാലിറ്റിയാണ് കേട്ടോ. ഒരിക്കൽ മീഡിയയിൽ വന്ന് താൻ കടന്നുപോയൊരു ഡിപ്രഷൻ സ്റ്റേജിനെ കുറിച്ചിട്ടും അതിനടുത്ത ട്രീറ്റ്മെന്റിനെ കുറിച്ചും അതിനെങ്ങനെ നേരിട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ ബോൾഡായിട്ട് വന്നിട്ട് മീഡിയയിൽ തുറന്നു പറഞ്ഞ ഒരു ആളാണ് ദീപിക പദുക്കോൺ. നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് അതോടുകൂടി നമ്മളിലെല്ലാവരിലും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിനെ കുറിച്ച് ശരിയായൊരു അവബോധം കിട്ടാനായിട്ട്, ചെറിയതായിട്ടെങ്കിലും ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് ആ ഒരു തുറന്നു പറച്ചിൽ ഇടയാക്കിയിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ പുള്ളി കടന്നുപോയ മറ്റൊരു സ്റ്റേജ് ആയിരുന്നു വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി എന്ന് പറയുണ്ടായി. അതുമൂലം ആൾ കടന്നുപോയ പല ഹെൽത്ത് ഇഷ്യൂസ്, അതുണ്ടാക്കിയ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ്, എങ്ങനെ അതിനെ ട്രീറ്റ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആളൊരിക്കലും പറയുണ്ടായി. അപ്പോൾ എന്താണ് വൈറ്റമിൻ ഡി? വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് നമുക്ക് ശരീരത്തിന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ആണ്. അതേസമയം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡയറക്റ്റ് സൺലൈറ്റിൽ നിന്ന് കിട്ടാവുന്ന ഒരു വൈറ്റമിൻ ആണ്. ഇത് നമുക്ക് ശരിയായ രീതിയിൽ, അതുകൊണ്ട് തന്നെ ഇതിനെ സൺഷൈൻ വൈറ്റമിൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ കാണുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ലക്ഷണങ്ങളെ കുറിച്ചിട്ടാണ്. ആദ്യമായിട്ട് ബോൺ പെയിൻ, മസിൽ പെയിൻ, അതൊക്കെ നമ്മുടെ ശരീരത്തിൽ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, വിട്ടുമാറാതെ നിൽക്കുന്ന വേദനകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനും അതിന് ശരിയായ രീതിയിൽ അതിനെക്കുറിച്ച് ഒരു ധാരണ കിട്ടാനും ഇടയാകണം കേട്ടോ. പിന്നെ രണ്ടാമതായിട്ട്, ഈ കുഞ്ഞുങ്ങളിൽ ഈ ഡെഫിഷ്യൻസി റിക്കറ്റ്സിയ എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയിലേക്ക് എത്തിക്കാൻ സാധ്യതയുണ്ട്. അത് എല്ലുകൾ വളഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് എല്ലുകൾ വളഞ്ഞു പോകുന്നത് ഇതൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രോഗാവസ്ഥയാണ്. നമ്മൾ കൃത്യമായ സമയത്ത് അതിൻ്റെ ഡയഗ്നോസിസ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതൊന്നും ട്രീറ്റ് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു രോഗാവസ്ഥയല്ല കേട്ടോ. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് നമ്മളിൽ മുടി കൊഴിച്ചിൽ. സാധാരണമായ രീതിയിൽ മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് മറ്റൊന്നാണ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഇൻഫെക്ഷൻസ്, ചുമ, കഫക്കെട്ട്, പനി, ഇതൊക്കെ നമ്മളിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി ലെവൽ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മറ്റൊന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാം ഒരുപക്ഷെ. കാരണം ഇത് നെർവുകൾക്കൊക്കെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. അതുകൊണ്ട് തന്നെ അത് ശരിയായ രീതിയിൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഇനി ഈ ലക്ഷണങ്ങൾ നമ്മൾ അവഗണിക്കുകയും അത് ശ്രദ്ധിക്കാതിരിക്കുകയും അങ്ങനെ നമ്മൾ ആ ഒരു അവസ്ഥ വെച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ഇത് ക്രോണിക്കായി മാറാനുള്ള സാധ്യതയുണ്ട്. ഇത് ക്രോണിക് ആകുമ്പോൾ നമ്മുടെ ഹൃദയത്തെയാണ് അത് ബാധിക്കാം, ഡയബറ്റീസിലേക്ക് പോകാം, രക്തസമ്മർദ്ദം ഒക്കെ അധികമാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ക്യാൻസറിലേക്ക് പോലും അത് നയിക്കാം. അതുപോലെ തന്നെ നമുക്ക് അറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി പരിഗണിക്കാതെ പോവുകയും അവസാനം ഒരു വെന്റിലേറ്റർ പേഷ്യൻ്റ് ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിട്ടുള്ള ഒരു അവസ്ഥ ഞാൻ ആളിൽ നിന്ന് കേൾക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവഗണിക്കാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളും അതേസമയം തന്നെ അവഗണിച്ചു കഴിഞ്ഞാൽ ഒത്തിരി മാരകമായ അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള ഒരു ഡെഫിഷ്യൻസിയാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത്. കൃത്യമായ സമയത്ത് നമ്മളത് കണ്ടെത്തി കൃത്യമായിട്ടുള്ള പരിചരണം കൊടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റിക്കവർ ആവാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി എന്തുകൊണ്ടാണ് ഈ ഒരു ഡെഫിഷ്യൻസി സംഭവിക്കുന്നത്? ആവശ്യത്തിന് വെയിൽ കൊള്ളുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ പ്രധാന കാരണം. ഇപ്പൊ തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒത്തിരി മാറി. കുട്ടികളാണെങ്കിൽ കൂടുതൽ സമയം ഇൻഡോർ ആക്ടിവിറ്റീസിലാണ് അവർ മുഴുകുന്നത്, മൊബൈൽ ഫോൺസും ടി വി ഒക്കെ ആയിട്ട്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. ഇപ്പൊ മുതിർന്നവരാണെങ്കിലും ജോലി മേഖലയിലൊക്കെ നോക്കുകയാണെങ്കിൽ AC റൂംസ് ഒക്കെയാണല്ലോ കൂടുതലും. അപ്പൊ അങ്ങനെയുള്ളവരിലാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രായമായവരിൽ പ്രായം ഒരു ഘടകമാണ്. മറ്റൊന്ന്, വണ്ണം കൂടുതലുള്ളവരിൽ വൈറ്റമിൻ ഡി ലെവൽ കുറഞ്ഞിരിക്കാറുണ്ട്. കാരണം തൊലിപ്പുറത്തു നിന്നാണ് നമ്മളിത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. ഡയറക്റ്റ് സൺലൈറ്റ് നമ്മുടെ തൊലിപ്പുറത്ത് അടിക്കുകയും അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഡാർക്ക് സ്കിൻ ഉള്ളവരിൽ അവർ കൂടുതൽ വെയിൽ കൊള്ളേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് എപ്പോഴുള്ള വെയിലാണ് നമ്മളിത് കൊള്ളേണ്ടത് എന്നുള്ളതാണ്. മുൻപൊക്കെ പറയും ഇളം വെയിലാണ് കൊള്ളുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. 10 to 3 PM ഈ ഒരു സമയത്തുള്ള വെയിൽ തന്നെയാണ് നമുക്ക് ഈ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് വേണ്ടി കൊള്ളേണ്ട വെയിൽ എന്ന് പറയുന്നത്. 10 മണി മുതൽ 4 മണി വരെയുള്ള സമയത്തുള്ള വെയിൽ തന്നെയാണ് കൊള്ളേണ്ടത്.
അതുപോലെ തന്നെ ഇതിൻ്റെ നോർമൽ ലെവൽ എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 20 to 30 നാനോഗ്രാം പെർ ml ആണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വൈറ്റമിൻ ഡി ലെവൽ നമുക്ക് കിട്ടേണ്ടതായിട്ട്. ഇനി നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ വൈറ്റമിൻ ഡി ആഡഡ് ആയിട്ടുള്ള ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും. അതായത് ഒന്ന് മീൻ വർഗ്ഗങ്ങൾ, അത് നോക്കുകയാണെങ്കിൽ മത്തി, അയില, ചൂര, നത്തോലി, പിന്നെ അതുപോലെ മുട്ടയുടെ മഞ്ഞ, അതിലൊക്കെ വൈറ്റമിൻ ഡി അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ കൂണിൽ വൈറ്റമിൻ D2 ഉണ്ട് കേട്ടോ. പിന്നെ മറ്റൊന്ന്, നമ്മൾ ചില കമ്പനികളുടെയൊക്കെ പാല്, ചീസ്, ഇതിലൊക്കെ വൈറ്റമിൻ ഡി ചെയ്തു വരുന്നുണ്ട്. ഇനി എങ്ങനെയാണ് നമുക്കിതിനെ ഒരു ട്രീറ്റ്മെൻറ്റ് ബേസിലേക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 20 to 30 നാനോഗ്രാം പെർ ml ആണ് ഇതിൻ്റെ നോർമൽ വാല്യൂ. ഇനി അതിൽ നിന്ന് കുറഞ്ഞു പോവുകയാണെങ്കിൽ നമ്മൾ സപ്ലിമെൻറ്റ്സ്, ടാബ്ലറ്റ്സ് ആയിട്ടോ ഒക്കെ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ എന്തായാലും ഒരു മെഡിക്കൽ പ്രാക്ടീഷണറിനെ കാണുകയും ആളുടെ അടുത്ത് നമ്മളുടെ ലക്ഷണങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും അവർ സജസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ മുന്നോട്ട് പോവുകയും ചെയ്യണം. ഒരു കുറച്ച് നാളത്തേക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. നമ്മൾ പെട്ടെന്ന് ഒറ്റയടിക്ക് തീർക്കാൻ നമുക്ക് പറ്റില്ല. കുറച്ച് സമയം എടുക്കും അതിന്. അപ്പോൾ നമ്മൾ ആ ഒരു ക്ഷമയോടുകൂടി ഒരു ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോവുകയാണെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്കിതിനെ ട്രീറ്റ് ചെയ്ത് മാറ്റാനായിട്ട് പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോഴും സപ്ലിമെൻറ്റ്സ് നമ്മൾ എടുക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലക്ഷണങ്ങളൊക്കെ നമ്മളിൽ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അത് എത്രയും പെട്ടെന്ന് നമ്മൾ ഡോക്ടറിനെ കണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ ആശംസിക്കുന്നു.